പാടിയേ. കൈകൾ ഉയർത്തി വീശി സർവശക്തനായ ദൈവമാണ്. മക്കളെ, നിന്റെ അപ്പനാണ്, നിന്റെ അപ്പനാണ്. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ബഹുമാനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ബഹുമാനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ബഹുമാനവും. ശാന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, അടുത്ത് നിൽക്കുന്നവരെ ശല്യം ചെയ്യരുത്. അത് നീ ഈ പിശാചിനോട് ചേർന്ന് ഈശോയുടെ ചങ്കിലിട്ട് കുത്തുന്നത് പോലെ ആയിരിക്കും. നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല, സാരമില്ല, നീ ഒന്ന് വെറുതെ നിന്നു കൊടുത്താൽ മതി. അതിൻ്റെ പേരെ എളിമ. അഹങ്കാരം മാലാക പിശാചായി മാറിയെങ്കിൽ ഈ എളിമ മനുഷ്യനെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കും. കരം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. നിന്നെ നോക്കാൻ ആരുമില്ല. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് തന്നിരിക്കുന്ന അതിനു വേണ്ടിയാണ്. കണ്ണ് മെല്ലെ ഒന്ന് അടയട്ടെ. ഒത്തിരി അസ്വസ്ഥതയോടുകൂടി ആയിരിക്കാം നിങ്ങൾ വന്നത്. നിങ്ങൾക്ക് ഒട്ടും മനസ്സില്ലാഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ വന്നത്. ആരുടെയൊക്കെയോ നിർബന്ധം കൊണ്ടായിരിക്കാം നിങ്ങളിവിടെ എത്തിച്ചേർന്നത്. എന്നാൽ കുഞ്ഞെ, നീ സത്യം തിരിച്ചറിയും. നിന്നെ ആരും കൊണ്ടുവന്നതല്ല, ആരും നിന്നെ നിർബന്ധിച്ചതല്ല. ഈശോ നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ. അതിന് ഈശോ പലരെയും ഉപയോഗിച്ചു. നിന്റെ ജീവിതം ഈ പോക്ക് പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഈശോയ്ക്കേ അറിയത്തോളൂ. ഹോസിയ 2:14 ഞാൻ നിന്നെ വശീകരിച്ച് ഒരു വിജനമായ പ്രദേശത്തേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് ഞാൻ നിന്നോട് കൃത്യമായി സംസാരിക്കും. നീ കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പുള്ള നിന്റെ ജീവിതം ഒന്ന് പരിശോധിച്ച്, കണ്ണ് തുറക്കാതെ 3 വർഷങ്ങൾക്ക് മുമ്പ് നീ നിന്റെ പിറകിലേക്കൊന്ന് സഞ്ചരിച്ച്, നിന്റെ സ്വഭാവം, നിന്റെ ചിന്തകൾ, നിന്റെ പ്രവൃത്തികൾ, നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ പഠന മേഖലകൾ. എന്നാൽ നീ 3 വർഷത്തിന് ശേഷം നീ ഒന്ന് പരിശോധിച്ച്, നിന്റെ സ്വഭാവത്തിന് എന്ത് മാറ്റം വന്നു? നിന്റെ നിഷ്കളങ്കതയ്ക്ക് എന്ത് കോട്ടം തട്ടി? നിന്റെ കയ്യിൽ നിന്റെ ജീവിതം നിൽക്കാത്ത തരത്തിൽ നീ വീട്ടിലും പ്രിയപ്പെട്ടവരുടെ ഇടയിലും കണ്ണിലുണ്ണി പോലെയായിരുന്നു, പ്രിയപ്പെട്ടവരായിരുന്നു. എന്നാൽ ഇന്ന് നിനക്കൊരു ഭാരമായി മാറി. നിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു, നിനക്ക് സമാധാനം നഷ്ടപ്പെട്ടു. നീ വഴി നിന്റെ കുടുംബം കലങ്ങി, നിന്റെ സ്വപ്നം പാതി വഴിയിൽ വെച്ച് പൊലിഞ്ഞു. ചെയ്യാൻ പാടില്ലാത്തത് പലതും നീ ചെയ്തു. ഇനി നീ ഇതേ പോക്കൊരു 3 വർഷം കഴിഞ്ഞ് പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ഒരുപക്ഷെ നീ ഭൂമിയിൽ പോലും കാണില്ല. പലരുടെയും ജീവിതമാണത്. അത് ഈശോ കണ്ടിട്ട് ഈശോ നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ മോനെ. അതിനാരെയൊക്കെയോ ഈശോ നിർബന്ധിച്ചു. അത് ഞാൻ 100 കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. നീ മാതാപിതാക്കളെ നോക്കണ്ട, അവരെ പറഞ്ഞു വിട്ടവരെ നോക്കണ്ട. നിന്നെ കൊണ്ടുവന്നത് ഈശോയാണ്. ഈശോയ്ക്ക് നിന്നോട് സംസാരിക്കാനുണ്ടായിരുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞു. ഈശോ സംസാരിച്ചു കഴിഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞു. ഈശോയ്ക്ക് നിന്നിൽ പ്രവർത്തിക്കാനുണ്ട്. നിന്റെ കരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിന്റെ മുറിഞ്ഞ മനസ്സ് ഈശോയ്ക്കൊന്ന് കൊടുത്തേ. തകർന്ന ഹൃദയം ഈശോയ്ക്കൊന്ന് കൊടുത്തേ. തകർന്ന സ്വപ്നം ഈശോയ്ക്കൊന്ന് കൊടുത്തേ. തനിച്ചായിപ്പോയെന്ന തോന്നൽ, കൈവെക്കുന്നെല്ലാം പരാജയം. സ്കൂളിൽ പോകാൻ തോന്നില്ല. സ്കൂളിൽ പോയാൽ ക്ലാസ്സിൽ കയറണമെന്നില്ല, കറങ്ങി നടക്കും. വീട്ടിൽ വന്നാൽ ബുക്ക് എടുക്കണമെന്ന് തോന്നില്ല, മുറിക്കകത്ത് കയറിയിരിക്കുക. വയലൻ്റ് ആകുന്ന പ്രകൃതം, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. ഞാൻ അങ്ങനെ ആയിരുന്നില്ല. രഹസ്യ തിന്മയിൽപ്പെട്ട് ഞാൻ കുഴയുകയാണ് കർത്താവേ.
എന്നെ നീ ഒന്ന് തൊടണമേ. എൻ്റെ അപ്പനെയും അമ്മേനെയും സൈലൻ്റ് ആക്കാൻ ഞാൻ വയലൻ്റ് ആയാണ്. പക്ഷേ ഈ പോക്ക് പോയാൽ നാളെ ഞാൻ മാനസിക ഡിപ്രഷന് മെഡിസിൻ എടുക്കേണ്ടി വരും കർത്താവേ. അത് ഞാൻ അറിയുന്നില്ല. ഞാൻ കർത്താവേ ഇന്നലെ വരെ നല്ലതുപോലെ പഠിച്ചതാണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് ബുക്കെടുക്കാൻ തോന്നുന്നില്ല. ഈ പോക്ക് പോയാൽ എൻ്റെ കൂടെ പഠിച്ചവർ, എന്നേക്കാൾ കഴിവ് കുറഞ്ഞവർ എവിടെങ്കിലും എത്തിച്ചേരും. ഞാൻ എവിടെയും എത്തിച്ചേരില്ല. കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ജീവിതം ഒരുപാട് ചെലവഴിച്ചു. എൻ്റെ ഈശോയെ നിന്നെ ഞാൻ അറിയാതെ പോയി. ഞാൻ എല്ലാവരെയും ചങ്ക് കൊടുത്ത് സ്നേഹിച്ചു, എല്ലാവരെയും സഹായിച്ചു. പക്ഷേ ഇതുവരെ ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല, നിന്നെ ഒന്ന് സ്നേഹിച്ചിട്ട് പോലുമില്ല ഈശോ. പിശാചിൻ്റെ പ്രവൃത്തിയിൽ ചേർന്ന് നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. എന്നെ ഒന്ന് തൊടണേ ഈശോ, എന്നെ ഒന്ന് സുഖമാക്കണേ ഈശോ. ഈ പാട്ടിൻ്റെ വരികളിലൂടെ ഈശോ നിൻ്റെ അരികിലേക്ക് കടന്നു വരാൻ പോയ കണ്ണ തുറക്കരുതേ കുഞ്ഞെ. 2-3 ദിവസം വേണ്ട ഈശോയ്ക്ക് നിന്നെ തൊടാൻ. ഈ ഒരു സെക്കൻഡ് മതി. കരയണമെങ്കിൽ കരഞ്ഞോ, സങ്കടം പറയണമെങ്കിൽ പറഞ്ഞോ, പൊട്ടിക്കരയണമെങ്കിൽ പൊട്ടിക്കരഞ്ഞോ. നീ ഈശോയെ സ്നേഹിച്ചു തുടങ്ങിയാൽ മതി. ഈശോയുടെ സ്നേഹം നിന്നിൽ പ്രതിഫലിക്കും. മോനെ, നിന്റെ മനസ്സിന്റെ മുറിവെത്രയോ മോളെ, അടിയേറ്റ ദൈവത്തിനറിയാം നിന്റെ സഹനത്തിൻവേദന. ഈ ചെറിയ പ്രായത്തിൽ നീ അനുഭവിക്കുന്ന മുറിവേറ്റ ദൈവത്തിനറിയാം നിന്റെ മനസ്സിന്റെ മുറിവെത്രയോ. കണ്ണുനീര് ഒഴുകുന്നുണ്ട്. പല മക്കളെന്ന് ഒഴുകട്ടെ, പിടിച്ചു നിർത്തണ്ട, പുറത്തേക്ക് പോട്ടെ. ഈശോ വന്നു മക്കളെ. പരിഹാസങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ കളിയാക്കലുകൾ നിനക്കായല്ലേ ഞാനേറ്റത്. ആര് നിന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്? പരിഹാസങ്ങൾ മോനെ, ആര് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിനക്കായല്ലേ ഞാനേറ്റത്. ഈശോ പറയുന്നു, കരയാതെ മകനെ. ഈശോ പറയുന്നു, കരയാതെ മകളെ, കരയാതെ മകനെ, കരയാതെ മകളെ. പിടിച്ചു നിർത്തണ്ട. കരം ഹൃദയത്തോട് തന്നെ ചേർത്ത് പിടി. സ്വയം മറന്നു പോട്ടെ. ഈ മണിക്കൂറിൽ സ്വയം മറന്നു പോട്ടെ. അസ്വസ്ഥതകളൊക്കെ പുറത്തേക്ക് പോട്ടെ. കരുതുന്നവൻ ഞാൻ. 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിയ എല്ലാ മക്കളും, 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിയ മക്കളെ, നീ സ്വയം ഒന്ന് മറന്ന് ആ സുഷ എന്ന പെൺകുട്ടി വിളിച്ചതുപോലെ നീ ഈശോയെ സ്നേഹിക്കുന്നെങ്കിൽ ഒന്ന് വിളിച്ചേ. എൻ്റെ ഈശോയെ എന്ന് വിളിച്ചേ, എൻ്റെ ഈശോയെ എന്ന് സ്വരം ഉയർത്തി വിളിച്ചേ. ആരെയും നോക്കണ്ട, അടുത്ത് നിൽക്കുന്ന ആരെയും ശ്രദ്ധിക്കണ്ട. വിളിച്ചേ മോനെ, വിളിച്ചേ മോളെ. യേശുവേ, യേശുവേ, യേശുവേ എന്ന് വിളിച്ചേ, വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. വെരി ഗുഡ്. വിളിച്ചേ, 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 വിളിച്ചേ മോനെ. ആരെയും നോക്കണ്ട, വിളിച്ചോ, വിളിച്ചോ മോനെ, വിളിച്ചോ. അതിരം തുറക്കട്ടെ മോനെ, വിളിച്ചോ, വിളി മോളെ, വിളിച്ചോ. നീ ഇന്നുവരെ വിളിച്ചില്ലെങ്കിൽ ഇന്നെങ്കിലും ഒന്ന് വിളിച്ചോ. വിളിച്ചോ മോനെ, വിളിച്ചോ, 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 വിളിച്ചോ. ഹൃദയം തുറന്ന് വിളിച്ചോ, ഹൃദയം തുറന്ന് വിളിച്ചോ. യേശുവേ എന്ന് വിളിച്ചോ. വിളിച്ചോ മക്കളെ, വിളിച്ചോ. ഹൃദയം തുറന്ന് വിളിച്ചോ മക്കളെ. യേശുവേ എന്ന് വിളിച്ചോ. ഈശോ ഇറങ്ങി നടക്കട്ടെ, വിളിച്ചോ. ഈശോ ഇറങ്ങി നടക്കട്ടെ, വിളിച്ചോ മക്കളെ, വിളിച്ചോ. നീ വിളിച്ചാൽ വരും. നിന്റെ വീട്ടിലേക്ക് ഈശോ വരും. നിന്റെ തകർന്ന ജീവിതത്തിലേക്ക് ഈശോ വരും. നിന്റെ തകർന്ന ബന്ധങ്ങളിലേക്ക് ഈശോ വരും. നിന്റെ തകർന്ന ഹൃദയത്തിലേക്ക് ഈശോ വരും. നിന്റെ തകർന്ന സ്വപ്നത്തിലേക്ക് ഈശോ വരും. ഒരിക്കൽ കൂടെ 2 കരങ്ങളൊന്ന് ഉയർത്തിയ മക്കളെ, പൂർണ്ണമായി ഉയർത്തിയ. മുട്ട് നിവരട്ടെ. വിളിച്ചേ, യുവാവ് എന്ന് വിളിച്ചേ. നിന്റെ യേശുവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിന്റെ യേശുവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേ. ഒരു സ്നേഹമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേ. യേശുവേ, നീ ഹോള് മുഴങ്ങട്ടെ, ഒന്ന് വിളിച്ചേ.
ബിഹോൾഡ് മുഴങ്ങട്ടെ. വിളിച്ചേ. ആരെ ശ്രദ്ധിക്കണ്ട. യുവാവേ, നീ ഒന്ന് ഹൃദയം തുറന്ന് ഇത്രയും വർഷം വിളിക്കാതെ പോയ യേശുവിനെ നീ ഒന്ന് വിളിച്ചേ. ഹൃദയത്തോട് ചേർന്ന് ഒന്ന് വിളിച്ചേ. യേശുവേ, ആരാധന 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 ആരാധന. ആ യേശുവിനെ ഒന്ന് ആരാധിച്ചേ. ആരാധിക്കട്ടെ 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 ആരാധിക്കട്ടെ. സ്നേഹത്തോട് പാട്ടുപാടി ആരാധിക്കാം മക്കളെ. ഹൃദയം തുറന്ന് പാടി ആരാധിക്കാം മക്കളെ. കൈകളടിച്ച് എത്രത്തോളം ശക്തി ഉണ്ടോ അത്രത്തോളം ശക്തിയിൽ നീ നിന്റെ അപ്പനെയാണ് ആരാധിക്കുന്നത്. നീ ലോകത്തിൽ പിശാചിനെ മഹത്വപ്പെടുത്താൻ എത്രയോ ചെറുപ്പക്കാരാ സ്വയം മറന്ന് നൃത്തം ചെയ്ത് ആരാധിക്കുന്നത്. പിശാചിനെ മയക്കത്തപ്പെടുത്തി നരകത്ത് പോകാനായിട്ട്, എന്നാൽ നീ സ്വർഗത്ത് പോകാനായിട്ട് നിന്റെ യേശുവിനെ മഹത്വപ്പെടുത്തി കൈകളിൽ നിന്ന് ശക്തിയോടടിച്ച്, കുറെ കൂടെ ശക്തിയോട് കരങ്ങളടിച്ച്. ആരെ ശ്രദ്ധിക്കണ്ട. കണ്ണടച്ച്. ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ ദൂരം നീടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ ദൂരം നീടും, ചോദിച്ചാൽ ലഭിച്ചിടും. കരങ്ങൾ ഉയർത്തിയടിച്ച്. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ ദൂരം നീടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ ദൂരം നീടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. മക്കളെ, ശക്തിയോട് കൈയടിച്ചു. ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി, തുടർന്ന് നിങ്ങൾ എന്തായിത്തീരണം ആരായിത്തീരണമെന്ന ദൈവിക പദ്ധതി വെളിപ്പെടാൻ വേണ്ടിയാ. കർത്താവായ യേശുവേ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. തകർന്നുപോയ മക്കളെ, നിരാശരായിരിക്കുന്ന മക്കളെ, ആത്മഹത്യ ചിന്തയുള്ള മക്കളെ, ജീവിതം മടുത്തുപോയ മക്കളെ, തോൽവികൾ ഏറ്റുവാങ്ങിയ മക്കളെ, യേശുവേ നിന്റെ മക്കളെയാണത്. നിന്റെ സ്വന്തം മക്കളാണ്. നിന്നെ പ്രണയിക്കാൻ തക്ക വിധത്തിലെ അടഞ്ഞ ഹൃദയങ്ങളൊക്കെ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക മക്കളെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ഭാവി ജീവിതത്തെയും യേശുവിന് സമർപ്പിച്ച് രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി ഒറ്റ വിളി വിളിച്ച എൻ്റെ യേശുവേന്ന് വിളിച്ച മക്കളെ. വിളിച്ച ഒറ്റ വിളി വിളിച്ച എൻ്റെ യേശുവേന്ന്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വിളിച്ച മക്കളെ, വിളിച്ച് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി വിളിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി വിളിച്ച്, നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി വിളിച്ച്, നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ടി വിളിച്ച് കരങ്ങളടിച്ച് കുറെ കൂടെ ശക്തിയോട് കരങ്ങളടിച്ച് പാടി. പോരാ 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 പോരാ, ശക്തിയോട്. ആരാധിച്ചാൽ വീടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വീടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം. വീളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം. വീളി ശ്രവിച്ചാൽ കരങ്ങൾ ഉയർത്തി അടിച്ചു വലിയതാകട്ടെ. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. ഈശോ ഇറങ്ങട്ടെ. പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ ദൂരം നീടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ ദൂരം നീടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. കണ്ണുകൾ അടച്ച് ശക്തിയോട് കരങ്ങളടിച്ച് ദാഹിക്കുന്ന എല്ലാ മക്കളും പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുമ്പോൾ തീ പോലെ ഇറങ്ങാൻ പോയാണ്. ഈ ആലയത്തിന്റെ അകവും പുറവും 4 അതിരുകള് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുകയാണ്. ഭക്ഷണമേശക മുതൽ അൾത്താര വരെയുള്ള എല്ലാ ശുശ്രൂഷകളും, ഇന്നത്തെ ഉറക്കം ഒരു കുഞ്ഞിനെ അസ്വസ്ഥപ്പെടുത്താതിരിക്കാൻ, ശാന്തമായി കിടന്നുറങ്ങാൻ വേണ്ടി, ഏതെങ്കിലും പൈശാചിക ശക്തികൾ ഉണ്ടെങ്കിൽ വിട്ടുപോകാൻ വേണ്ടി, ഏതെങ്കിലും തിന്മയുടെ ശക്തികൾ ബഹളത്തിന്റെയോ അസ്വസ്ഥതയുടെയോ ലഹരിയുടെയോ ബ്ലാക്ക് മാസിന്റെയോ ഓജോ ബോർഡിന്റെയോ സാത്താൻ വർഷിപ്പിന്റെയോ ദൈവനിന്ദയുടെ ഒരു അരൂപിയും അശുദ്ധ പാപത്തിന്റെ അരൂപികളൊന്നും ഈ മക്കളെയോ ഈ ദേശത്തെയോ ബാധിക്കരുത്. സക്രിയ 2:5 അഗ്നി ഇറങ്ങട്ടെ.
പ്രഭാഷകൻ 48:1 അഗ്നി ഇറങ്ങട്ടെ. ജോബ് 1:10 വേലി കൊണ്ട് കോട്ട കെട്ടട്ടെ. സക്രിയ 9:8 കണ്ണ് ഏർപ്പെടുത്തട്ടെ. സംഖ്യ 23:23 വചനത്തിന്റെ കാവൽ ഏർപ്പെടുത്തട്ടെ. കർത്താവേ, തീ പോലെ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ ഉയർത്തി ചങ്ക് പൊട്ടി ഒറ്റ വിളി വിളിച്ച എന്റെ യേശുവേ എന്ന് വിളിച്ച മക്കളെ, വിളിച്ചോ. വെരി ഗുഡ്. ഹൃദയങ്ങൾ തുറക്കുന്നു, അധരങ്ങൾ തുറക്കുന്നു. തമാശ കാണിക്കുന്ന 2 ചെറുപ്പക്കാരെ ബന്ധിക്കുന്ന യേശുനാമത്തിൽ ഈ ആരാധനയുടെ സമയത്ത് തമാശ രൂപത്തിൽ പിശാചിന്റെ പ്രവൃത്തി പ്രകടമാക്കുന്ന 2 മക്കളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പൈശാചിക പീഡയെ ശാസിക്കുന്നു. ആ മക്കളുടെ കുടുംബത്തിന് വളരെ അസ്വസ്ഥതയുണ്ട്. മക്കളെ, ഈശോ നിന്നെ കൊണ്ടുവന്നത് നിന്റെ കുടുംബത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയാ. നിന്റെ തമാശ വഴി നിന്റെ കുടുംബം താളം തെറ്റിക്കൊണ്ട് നിൽക്കുകയെന്ന് അടയാളം തരുന്നു. അതുകൊണ്ട് നീ വിട്ടുകൊടുക്കാൻ ഈശോ പറയുന്നു. കൈയടിച്ച്, ശക്തിയോട് കൈയടിച്ച്, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, എല്ലാരും കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടിയ മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളും പാടിയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി പാടിയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. എല്ലാരും ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ അടിമച്ചങ്ങല തകരട്ടെ, യേശുവിന്റെ നാമത്തിൽ അടിമച്ചങ്ങല അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അടിമച്ചങ്ങല തകരട്ടെ, യേശുവിന്റെ നാമത്തിൽ അടിമച്ചങ്ങല തകരട്ടെ, യേശുവിന്റെ നാമത്തിൽ സാത്താൻ കോട്ടകൾ 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 തകരട്ടെ, യേശുവിന്റെ നാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശുവിന്റെ നാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ, യേശുവിന്റെ നാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ, യേശുവിന്റെ നാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ. 2 കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി വിളിച്ച മക്കളെ, യേശുവേ. തമാശ, എതിര് ചിന്തകള്, എതിര് പ്രവൃത്തികള്, പൈശാചിക പീഡകള് യേശുനാമത്തിൽ ബന്ധിക്കുന്നു. കണ്ണടച്ച് പ്രാർത്ഥിച്ച മക്കളെ, കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. ശ്രദ്ധ വിട്ടുപോകല്ലേ. കണ്ണടച്ച് മക്കളെ, ആരെ ശ്രദ്ധിക്കരുത്. കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ വെറുതെ നിന്നാൽ മതി. തമാശ കാണിക്കരുതും. മക്കളെ, പല മക്കളെ ഈശോ സ്പർശിക്കുകയാണ്. വളരെയേറെ മക്കളെ ഈശോ സ്പർശിക്കുന്നു. ആദ്യ ദിവസം തന്നെ ഈശോ തൊടുന്ന പല മക്കളെ, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പല മക്കൾക്കും കൃപ നൽകിയിട്ടുണ്ട്. കണ്ണ് തുറക്കല്ലേ. കർത്താവ് സന്ദേശം നൽകുന്ന ഈ ഗ്രൂപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചേ. അമ്മേനെ തല്ലിയ ഒരു മകള്
കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അമ്മേനത്തിൽ ഈ ചെറിയ ഗ്രൂപ്പിന് അമ്മയോട് മാപ്പ് ചോദിച്ച്, ദൈവത്തോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. 2 മക്കൾ മൊബൈൽ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ മൊബൈൽ കൊണ്ട് തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് കർത്താവിന് സറണ്ടർ ചെയ്യണമെന്ന് പറയുന്നു. കണ്ണടച്ച് 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 കർത്താവ് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നതാണ്. ആത്മഹത്യക്ക് വേണ്ടി ഒന്നിലധികം ശ്രമിച്ച ഒരു കുഞ്ഞിനെ കർത്താവ് പൂർണ്ണമായും മോചിപ്പിക്കുന്ന, അതിൽ നിന്നും ഈശോ സുവിശേഷത്തിന് വേണ്ടി പേര് ചൊല്ലി വിളിക്കുന്ന കുഞ്ഞിനെ. ഞാൻ ഇവിടെ നിന്നും ധ്യാനം പൂർത്തിയാക്കാതെ വീട്ടിൽ പോകുമെന്ന് തീരുമാനിച്ചു വന്നിരിക്കുന്ന 2 മക്കളോട് കർത്താവ് പറയുന്നു, നിന്നെ ഈശോയാണ് കൊണ്ടുവന്നത്, വലിയ അനർത്ഥത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അരുത് എന്ന ചിന്ത മാറ്റാൻ കർത്താവ് പറയുന്നു, വിട്ടുകൊടുക്കാൻ പറയുന്നു. മനസ്സ് കഠിനമാക്കി വെച്ചിരിക്കുന്ന ഒരു യുവാവുണ്ട്. മനസ്സ് കഠിനമാക്കി വെച്ചിരിക്കുന്ന, ആര് പറഞ്ഞാലും അനുസരിക്കാത്ത, ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ മനസ്സ് കഠിനമായ ഒരു മകന് ഈശോ അവനെ വീണ്ടെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. വിട്ടുകൊടുക്കാൻ, തുറന്നു കൊടുക്കാൻ പറയുന്ന ഹൃദയം. പ്രേമ നൈരാശ്യയിൽ മരിക്കണമെന്ന് കരുതിയ 2 വ്യക്തികളെ കർത്താവ് ഏറ്റെടുക്കുന്ന, ഈശോയെ പ്രണയിക്കാൻ കൃപ നൽകുന്നുണ്ട്. പ്രാർത്ഥിച്ചോണ്ടിരി എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരി. 7 വ്യക്തികളുടെ തെറ്റായ ബന്ധങ്ങൾ കർത്താവ് കാണിക്കുന്നു. അതിൽ ഒരു വ്യക്തി ശാരീരികമായി പോലും തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അത് കർത്താവ് ആ വ്യക്തികളെ ഇവിടെ കൊണ്ടുവന്ന് രക്ഷിക്കാൻ പോയാണ് കർത്താവ്. വിട്ടുകൊടുക്കാൻ പറയുന്നത്. ഹിന്ദു ക്രിസ്ത്യാനിയല്ല, ഹിന്ദുമായിട്ടുള്ള ഒരു പ്രണയബന്ധത്തിൽ കുരുങ്ങി കിടക്കുന്നത് വഴി പള്ളിയിൽ പോലും കയറാത്ത അതിൻ്റെ അടയാളം ഇതാണ്. മാതാപിതാക്കളെ നല്ലതുപോലെ സ്നേഹിച്ചിരുന്ന ഒരു കുഞ്ഞാണ്. ഇപ്പോൾ മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്നതാണ് അടയാളം. മോളെ ഈശോയ്ക്ക് കൊടുത്ത് മോചനം പ്രാപിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഒരു പെൺകുഞ്ഞിനോട് കർത്താവ് പറയുന്നു, ഈശോയ്ക്ക് കൊടുത്ത് മോചനം പ്രാപിക്കാൻ, അല്ലെങ്കിൽ നിന്റെ ജീവിതം തകർത്ത് കളയുമെന്ന് പറയുന്നു പിശാച്. ഈശോ കൊണ്ടുവന്നയാന്ന് പറയുന്നു. ഈ കൂട്ടത്തിലെ ഒരു യുവാവിന് വിധവയായ ഒരു സ്ത്രീയോടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പറയുന്നു കർത്താവ്. നിന്നെ ഈശോ കൊണ്ടുവന്നതാണ്. ശക്തമായിട്ടൊരു നിർദ്ദേശം, താക്കീതും കർത്താവ് തരികയാണ്. കഞ്ചാവ് ലഹരിയിൽ അകപ്പെട്ടിരിക്കുന്ന 4 പേരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അതിൽ ഒരാളിൻ്റെ ജീവൻ എപ്പോഴേ പിശാച് എടുക്കാൻ പോയത് ആരുടെയോ പ്രാർത്ഥന നിമിത്തമാണ്. ആ വ്യക്തിയെ കർത്താവ് തിരിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ കർത്താവ് പറയും. ഈ സന്ദേശങ്ങളെ സംശയിക്കുന്ന ഒരു കുഞ്ഞിനോട് കർത്താവ് പറയുന്നത്, നീ വിശ്വസിക്കാൻ. നീ വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവമഹത്വം ഉണ്ടാകില്ല. സ്തുതിച്ചുകൊണ്ടിരുന്ന എല്ലാ യുവാക്കളോട് സ്തുതിക്കാൻ പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ. ഈ ഗ്രൂപ്പിലെ 3 കുഞ്ഞുങ്ങള്, അതായത് സോബർഗഭോഗം, സ്വന്തം വർഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ള പ്രണയത്തിലും അശുദ്ധ പാപത്തിലുമാണ്. അവരുടെ കുടുംബത്തിൽ ചില അനർത്ഥങ്ങൾ അതുവഴി കടന്നു വന്നിട്ടുണ്ട്. പശ്ചാത്തപിച്ച് സോദോം ഗോമറയുടെ അരൂപിയാണത്. ആ പ്രണയം ഉപേക്ഷിക്കാൻ, അതിലൊരു മകളുണ്ട്, 2 ആൺകുട്ടികളുമുണ്ട്. അത് ഉപേക്ഷിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. തുടക്ക ദിവസം തന്നെ കർത്താവ് പിശാചിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്നു. വളരെ ലാഘവത്തോടുകൂടി നിസ്സാരമായി ഈ ശുശ്രൂഷ ഇപ്പോൾ ഇത് പറയുമ്പോഴും കണ്ടുകൊണ്ട് നിൽക്കുന്ന ഏതാനും ചില മക്കളോട് പറയുന്നു, നീ എളിമപ്പെടാൻ, വിട്ടുകൊടുക്കാൻ. വീണ്ടും കർത്താവ് പറയുന്നു, ഈ ധ്യാനം പൂർത്തിയാകാതെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന 2 വ്യക്തികളോട് അരുത് എന്ന്. നിന്നെ ഈശോ കൊണ്ടുവന്നതാണെന്ന് അരുത്. മക്കളെ ആദരം തുറക്കട്ടെ, ആദരം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ധ്യാനത്തെ ഏറ്റെടുത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. ഏതാനും ചില മക്കള് ഈ ധ്യാനം അലങ്കോലമാക്കാൻ തീരുമാനിച്ച് ഒരുമിച്ച് വന്നിട്ടുണ്ട്.
അവരോട് ഈശോ പറയുന്ന ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് അപകടമാണ്. കർത്താവ് ഒരുപാട് വില കൊടുത്തിട്ടാണ് ഈ ധ്യാനം അറേഞ്ച് ചെയ്തത്. നീ ഈ ധ്യാനം കൊളവാക്കുമ്പോൾ സ്വർഗത്തിന്റെ പദ്ധതിനെ ആയിരിക്കും നീ തകർക്കുന്നത്. പിശാചായിരിക്കും നിന്നെ നിന്റെ കുടുംബത്തെയും ഭരിക്കാൻ പോകുന്നത്. അരുത്, സ്റ്റോപ്പ് എന്ന് പറയുന്ന അങ്ങനെ തീരുമാനിച്ചു വന്ന മക്കൾ ഈ രാത്രിയിൽ തന്നെ തീരുമാനം മാറ്റിക്കോ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ 16ഓളം കുഞ്ഞുങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്നു. വിശ്വാസമില്ല, ഈശോയോട് വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, പള്ളിപ്പോക്കില്ല. 16ഓളം മക്കൾക്ക് ഈശോ അസാധാരണ കൃപ തരാൻ ആഗ്രഹിക്കുന്നു. ആ 16 മക്കളെയും പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യാൻ പോകുന്നു. 2 കരങ്ങൾ ഉയർത്തി ചങ്ക് പൊട്ടി ഒറ്റ വിളി വിളിച്ച മക്കളെ ഈശോ എന്ന് വിളിച്ചേ. വിളിച്ചോ 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 മാതാപിതാക്കളോടുള്ള ദേഷ്യപ്പെട്ട് വീട്ടിൽ ഭക്ഷണം വലിച്ചെറിയുന്ന ഒരു കുഞ്ഞിനെ ഓർത്ത് കർത്താവ് കരയുന്നു. സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന, ഭക്ഷണം വലിച്ചെറിയുന്ന ഒരു കുഞ്ഞിനെ ഓർത്ത് കർത്താവ് ഒരുപാട് കരയുന്നു. കുഞ്ഞെ, നിന്നെ ഈശോ സ്നേഹിക്കുന്നു, ഈശോ സ്നേഹിക്കുന്നു, നീ എന്നെ അറിയുന്നു ഈശോ. ഒരു മകനോട് ഈശോ പറയുന്നു, നീ എന്റേതാണ്, നീ എന്നെ വിശ്വസിക്കാൻ. അടയാളം ഇതാണ്. ഹൃദയം അടഞ്ഞുപോയൊരു മകനാണത്. ഇത് കർത്താവ് തരുന്ന സന്ദേശമാണ്, പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശമാണ്. അനേകരെ കുമ്പസാര കൂട്ടിലെയും മനഃപൂർവ്വം പാപം മറച്ചു വെച്ച് കുമ്പസാരിക്കുകയും അതോടൊപ്പം തന്നെ കുമ്പസാരിക്കാതിരിക്കുന്ന, നാളുകളായിട്ട് കുമ്പസാരിക്കാതിരിക്കുന്ന മക്കളും ഈ ഗ്രൂപ്പിലുണ്ട്. പരിശുദ്ധാത്മാവിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറയുന്നു. വൈദികരെയും സന്യസ്തരെയും സഭയെയും വെറുത്തുപോയ ചില മക്കളുണ്ട്. കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറയുന്ന, അനുദമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് കുഞ്ഞേ, 33 വയസ്സുകാരൻ്റെ സ്നേഹമാ ഇത് വെളിപ്പെടുത്തുന്നത്. 1 കൊറിന്ത്യോസ് 2:9 വചനം നിനക്കറിയില്ല. അറിയാമെങ്കിൽ നീ ഓർക്ക്, ഇല്ലെങ്കിൽ നീ അറിയേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ, എന്നാൽ അതെല്ലാം മനുഷ്യ മനസ്സ് അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ അതെല്ലാം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നിനക്കൊരു തോന്നലുണ്ട് ഈശോ ഇല്ല എന്ന്. നിന്റെ മനസ്സ് സ്കാൻ ചെയ്യുന്ന ദൈവമാണ്, നിന്റെ ഹൃദയം സ്കാൻ ചെയ്യുന്ന ദൈവമാണ്. നീ നടക്കുന്നതും ഇരിക്കുന്നതും അറിയുന്നു. നീ ഇരട്ടത്ത് വെച്ച് ചെയ്യുന്നത് വെളിച്ചത്ത് നോക്കിക്കാണുന്നൊരു ദൈവമുണ്ട്. നീ ആ ദൈവത്തെ ഒന്ന് നീ അറിയണം. CCTV പോലെ അല്ല അത്. നിന്റെ ചിന്തകൾ ഒരു CCTVയും കണ്ടെത്തില്ല. എന്നാൽ നിന്റെ ചിന്തകൾ പോലും അറിയുന്നൊരു ദൈവമുണ്ട്. നിന്നെ ഈ ദിവസങ്ങളിൽ പേര് ചൊല്ലി നിന്റെ അപ്പൻ വിളിക്കും. നിന്റെ പേര് ചൊല്ലി. ഞാനൊരു കുഞ്ഞിനെ കാണുന്നു, സ്വന്തം അമ്മ ഇങ്ങനെ അകാരണമായി പീഡിപ്പിക്കുന്ന ഒരു കുഞ്ഞ് തകർന്ന ഹൃദയവുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി വാക്കുകളിലൂടെയും ശാരീരികമായും ഒത്തിരി തകർന്നു പോയൊരു കുഞ്ഞുണ്ട്. ജീവിതം മടുത്തൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ കർത്താവ് ഉയർത്താൻ പോയാ. ആ കുഞ്ഞിൻ്റെ അമ്മ പരിശുദ്ധ അമ്മയാണ്. ആ കുഞ്ഞിൻ്റെ അപ്പൻ യേശുവാ. യേശുവാ, നീ വിട്ടുകൊടുക്കണം മോനെ. ഈ രാത്രി നീ തീരുമാനമെടുക്കണം. നീ യേശുവിനെ അനുസരിക്കും, നീ യേശുവിന് വിധേയപ്പെടും. ഇടം വലം വ്യതിചരിക്കില്ലേ കുഞ്ഞെ. കിടക്കാൻ പോകുന്ന സ്ഥലത്ത് നീ വർത്തമാനം പറഞ്ഞ് രാത്രിയിൽ ഉറങ്ങാതിരിക്കാൻ അനുവദിക്കരുത്. നിങ്ങളുടെ കൂടെ മാസങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചേട്ടന്മാരുണ്ട്, അവരെ ഉറക്കണം. നിങ്ങളുടെ സഹോദരിമാരുണ്ട്, നേരത്തെ എഴുന്നേൽക്കണം. നാളെ ഒരു യുദ്ധത്തിലൂടെ നല്ലൊരു കുമ്പസാരത്തിൻ്റെ ദിവസമാണ്. നാളെ ഈശോ ഇറങ്ങി നടക്കുന്ന ദിവസമാണ്. നാളെ ഈശോ നേരിട്ട് വന്ന് നിന്നെ വാരിപ്പുണരുന്ന ദിവസമാണ്. ഇന്ന് രാത്രി അതിൻ്റെ ഒരു അടയാളമാണ്. നിന്റെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഈ നിമിഷം മുതൽ കരം ഹൃദയത്തോട് തീരുമാനമെടുത്ത് പൂർണ്ണ നിശബ്ദമാണ്. ആരോടും സംസാരിക്കില്ല. നീ ഈശോയോട് സംസാരിക്കാൻ പരിശീലിക്കും. 33 വയസ്സുകാരനെ പ്രണയിക്കുക എന്ന് പറയുന്നത് എന്താ?
നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട് ഏറ്റവും കൂടുതൽ വർത്തമാനം പറയുന്നത്, സംസാരിക്കുന്നത്, നീ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്, നീ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്, നീ ആരെയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തിയോടാണ്. ഇത്രയും നാൾ നീ അനേകരെ സ്നേഹിച്ചിട്ട് എന്ത് കിട്ടി? അവരിൽ നിന്ന് പലതും നിനക്ക് കിട്ടാൻ പാടില്ലാത്തത് കിട്ടിയില്ലേ? ഇന്നെങ്കിലും നീ ഈ ദിവസം ഈശോനെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയേ. ഈശോയോടൊപ്പം ഒന്ന് ഇരിക്കാൻ നീ ഒന്ന് കൊതിച്ചു നോക്കിയേ. ഈശോയോടൊന്ന് സംസാരിക്കാൻ നീ ഒന്ന് ആഗ്രഹിച്ചേ. ഈശോയെ ഒന്ന് കേൾക്കാൻ നിൻ്റെ മനസ്സൊന്ന് തുറന്നു കൊടുത്തേ. മുട്ടുമേ നിൽക്കാൻ താല്പര്യമുള്ളവർ ഈശോയെ പ്രണയിക്കാൻ മുട്ടുകുത്തട്ടെ, മുട്ടുകുത്തട്ടെ. തീരുമാനമിട. ഈ നിമിഷം മുതൽ പരിപൂർണ നിശബ്ദമാണ്. ഈശോ നിന്നോട് സംസാരിക്കാൻ പോകുന്ന രാത്രികളാണ്, ദിവസങ്ങളാണ്. ടെൻഡൻസി കാണും കൂട്ടുകാരോട്, ആരോട് സംസാരിക്കില്ല. ഭക്ഷണം കഴിക്കുക, പെട്ടെന്ന് ഈശോ എടുത്ത് വരിക, ഈശോയുടെ മേശപ്പുറത്തിരിക്കത്തതേ ഉള്ളൂ. ആശീർവാദം ലാസ്റ്റ് നമുക്ക് തരും. ഈശോ ഇവിടെ ഇരിക്കത്തതേ ഉള്ളൂ. ലൈറ്റൊക്കെ ഇടാം. ഈശോയുടെ മുമ്പിൽ ഒന്ന് സാഷ്ടാംഗം ഒന്ന് പ്രണമിക്കാം. ശിരസ് പൂർണ്ണമായി നിലത്ത് തട്ടിച്ച്, നട്ടല് വളച്ച്, ശിരസ് പൂർണ്ണമായി നിലത്ത് കെട്ടിക്കാൻ പറ്റുന്ന ഒരു നിലത്ത് കെട്ടിച്ചേ. നട്ടല് വളച്ച് ആ ദേവാലയത്തിൻ്റെ മാർബിളിലൊന്ന് ശിരസ് കുനിച്ചു വെച്ച് നട്ടല് വളയിട്ട് നിൻ്റെ ചെറുപ്പത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവൻ, ശിരസ് നമിക്കുന്നവൻ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ല. മനുഷ്യൻ്റെ മുമ്പിൽ ശിരസ് കുനിക്കേണ്ടി വരില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ബഹുശമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ബഹുശമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ബഹുശമുണ്ടായിരിക്കട്ടെ. ശാന്തമായിട്ടിരിക്കാം. Press the bell icon on the YouTube app and never miss another update.